ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി. സർ, പൊതുജന ആരോഗ്യ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അമീബിക് മെനഞ്ചോ എൻകഫലൈറ്റിസ് സംബന്ധിച്ച് ഈ സഭയിൽ ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടതിൻ്റെ ഉദ്ദേശം രാവിലെ തന്നെ ഞാൻ വ്യക്തമാക്കിയിരുന്നു. സർ, ഇത് സംബന്ധിച്ച് തെറ്റായ പല പ്രചരണങ്ങളും വളരെ ആസൂത്രിതമായി നടക്കുന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട ഈ സഭയും കേരളത്തിലെ പൊതുസമൂഹവും ഇത് സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള ഇതും കേരളത്തിൻ്റെ സർക്കാർ ആരോഗ്യ സംവിധാനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് സർ ഈ സഭയിൽ ഇത് ചർച്ച ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടത്. സർ, ഇന്ന് പ്രതിപക്ഷത്ത് നിന്ന് സംസാരിച്ച ബഹുമാനീയരായിട്ടുള്ള എല്ലാ MLA-മാരുടെയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. സർ, കേരളത്തിന്റെ സർക്കാർ സംവിധാനങ്ങളെ അടച്ച് ആക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമം നിർഭാഗ്യകരമായി കേരളത്തിന്റെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. സർ, എന്നെ അമ്പരപ്പിച്ചതും ദുഃഖിപ്പിച്ചതും പെരിന്തൽമണ്ണ അംഗം, ബഹുമാന്യനായിട്ടുള്ള പെരിന്തൽമണ്ണ അംഗം, അദ്ദേഹത്തിന്റെ ഒരു വാചകമാണ്. സർ, അദ്ദേഹം ഈ സഭയിൽ പറയുകയാണ് സർക്കാർ ആശുപത്രികളെക്കാൾ ചെലവ് കുറവ് പുറത്താണ് എന്നുള്ളത്. സർ, ആരെ സഹായിക്കാനാണ് സർ അത്? സർ, കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ പ്രസവം നടക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. സർ, അദ്ദേഹം അത് പിൻവലിക്കണം. സർ, ഈ സംവിധാനം എന്നുള്ളത് സർ മിനിസ്റ്റർ പറഞ്ഞോളൂ പ്ലീസ്. സർ, നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി സർ ആദ്യത്തെ സർക്കാരിന്റെ VMSന്റെ കാലഘട്ടത്തിൽ ഈ സഭ പാസാക്കിയ സാർവത്രിക വിദ്യാഭ്യാസ നിയമം ഉൾപ്പെടെയുള്ള വിപ്ലവകരങ്ങളായിട്ടുള്ള നിയമനിർമ്മാണങ്ങളിലൂടെ നാം ആർജിച്ച വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൂടെയും സാമൂഹ്യ മുന്നേറ്റത്തിലൂടെയും രൂപപ്പെട്ടതാണ് സർ കേരളത്തിന്റെ പൊതുജന ആരോഗ്യ സംവിധാനം. ആ സംവിധാനത്തെ ഈ നിലയിലാക്കിയതിൽ ഒരുപാട് പേരുടെ വിയർപ്പൊഴുക്കിയിട്ടുണ്ട്. സർ, ഇവിടെ ബഹുമാനീയരായിട്ടുള്ള അംഗങ്ങൾ ഭരണപക്ഷത്തു നിന്ന് സംസാരിച്ചതുപോലെ നിപ്പയിൽ ജീവൻ വെടിഞ്ഞ സിസ്റ്റർ ലിനി, 2022 കോവിഡ് കാലത്ത് ജീവൻ വെടിഞ്ഞ സിസ്റ്റർ സരിത ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് ആരോഗ്യ പ്രവർത്തകരുടെ വിയർപ്പാണ് സർ. അതോടൊപ്പം ദിഷണാശാലികളായിട്ടുള്ള ഭരണതന്ത്രജ്ഞരുടെ അവരുടെ പരിശ്രമമാണ് സർ ഇന്നത്തെ പൊതുജന ആരോഗ്യ സംവിധാനം. സർ, അഭിമാനത്തോടെയാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പൊതുജനാരോഗ്യ മേഖലയിൽ കേരളം കൈവരിച്ച മികച്ച നേട്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നിവിടെ ഈ ചർച്ച നടക്കുന്നത്. സർ, ശിശുമരണ നിരക്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം സഭയിൽ പറഞ്ഞിരുന്നു, കേരളം അമേരിക്കൻ ഐക്യനാടുകളെക്കാൾ മികച്ച നിലയിൽ എത്തി എന്നുള്ളത് നമ്മളെ പോലെയുള്ള ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. സർ, അത് അഭിമാനമാണ് എന്ന് പറയുന്നതിൽ എന്തുകൊണ്ടാണ് കേരളത്തിന്റെ പ്രതിപക്ഷത്തിന് ഒരു അപമാനം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ആ അപമാനം ഉണ്ടാകുന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലായി. സാർ, എന്താണെന്ന് അറിയുമോ? UDFന്റെ കാലഘട്ടത്തിൽ ശിശുമരണ നിരക്ക് 12 ആയിരുന്നു. 12-ൽ നിന്നാണ് 5 എന്നുള്ള നിരക്കിലേക്ക് ശിശുമരണ നിരക്ക് കേരളത്തിൽ എത്തിയത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മിനിസ്റ്റർ പറഞ്ഞോളൂ, നിങ്ങൾ കോറസ് പാടണ്ട, മിനിസ്റ്റർ പറഞ്ഞോളൂ. സാർ, അതേപോലെ സാർ, പകർച്ചവ്യാധി പ്രതിരോധം പൊതുജനാരോഗ്യ സംവിധാനം നമ്മളൊരു പോസ്റ്റ് കോവിഡ് കാലത്താണല്ലോ നിൽക്കുന്നത്. സാർ, ഈ കോവിഡ് കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നിർത്തുകയാണ്, നിങ്ങൾ കോവിഡിന്റെ ക്രെഡിറ്റ് ഒന്നും അടിക്കേണ്ട. എന്താണ് ഈ സഭയിൽ പറഞ്ഞിട്ടുള്ളത് സാർ? എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉയർത്തിയിട്ടുള്ളത് സാർ? കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഈ സഭയിലും അവർ പറഞ്ഞില്ലേ സാർ? PPE കിറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവർ ഉന്നയിച്ചില്ലേ സാർ? സാർ, കേരളത്തിന്റെ ആരോഗ്യ സംവിധാനം, സർക്കാർ ആരോഗ്യ വകുപ്പ് എടുക്കുന്ന നടപടികൾ തെറ്റാണെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ ഈ അമീബിക് മസ്തിഷ്ക ജ്വരവുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്രിയാത്മകമായിട്ടുള്ള ഒരു നിർദ്ദേശം അവർ മുന്നോട്ട് വെച്ചിട്ടില്ല. അവരെല്ലാവരും പറഞ്ഞ ഒരു വാക്കാണ്, ഇരുട്ടിൽ തപ്പുകയാണ്. വാസ്തവത്തിൽ കേരളത്തിലെ പ്രതിപക്ഷമാണ് സാർ ഇരുട്ടിൽ തപ്പുന്നത്. അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അറിഞ്ഞുകൂടാ. സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇത് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തിന്റെ മുന്നിൽ കേരളത്തിലെ പ്രതിപക്ഷ ഇരുട്ടിൽ തപ്പുകയാണ് സാർ ചെയ്യുന്നത്. സാർ, ഇവിടെ കോവിഡ് കാലത്ത് ഇപ്പോ വൈറ്റൽ രജിസ്ട്രേഷൻ സർവേ റിപ്പോർട്ട് പുറത്തു വന്നു. സാർ, വൈറ്റൽ രജിസ്ട്രേഷൻ സർവേ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ എന്താ കണ്ടത്? നമ്മൾ കണ്ടത് ഇന്ത്യയിൽ ഏറ്റവും മികച്ച നിലയിൽ കോവിഡ് മരണനിരക്ക് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളമാണ് എന്നുള്ളതാണ് സാർ. സാർ, നമ്മൾ കണ്ടു WHO ലോകാരോഗ്യ സംഘടന പറഞ്ഞു ഇന്ത്യയിൽ 45 ലക്ഷം മരണങ്ങൾ കോവിഡ് കാലത്ത് ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യയിലെ ഔദ്യോഗികമായിട്ടുള്ള കണക്ക് എത്രയാണ് സാർ? പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ± വളരെ .something അല്ലെങ്കിൽ ആ നിലയിൽ മാത്രമാണ്. അത് ശാസ്ത്രീയമായി തന്നെ അംഗീകരിക്കപ്പെട്ടതാണ് സാർ. അപ്പൊ അതിലെന്താണ്? കേരളത്തിന്റെ ഭരണപക്ഷത്തിന്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് തന്നെ, അതോടൊപ്പം തന്നെ സാർ കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ പൊതുസമൂഹം എല്ലാവരും ഇതിൽ പങ്കാളികളാണ് സാർ. അതോടൊപ്പം നിപ്പ പ്രതിരോധത്തിൽ ആഗോളതലത്തിൽ 70% മുകളിൽ മരണനിരക്കുള്ള ഒരു രോഗത്തെ 33% മരണനിരക്ക് പിടിച്ചുകെട്ടാൻ കേരളത്തിന് സാധിച്ചു. ഞാൻ പറയുന്നത് ശരിയല്ലേ? നിങ്ങൾക്ക് അത് ഖണ്ഡിക്കണമെങ്കിൽ ഖണ്ഡിക്കാം, വസ്തുതാപരമായിട്ട് ഖണ്ഡിക്കാം. 2023 കോഴിക്കോട് ഔട്ട്ബ്രേക്ക് ഉണ്ടായപ്പോൾ നമ്മുടെ നിപ്പ
രോഗികൾ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ കേരളത്തിന് കഴിഞ്ഞു. 33% മാത്രമാണ് സർ അതിൽ മരണനിരക്ക്. മങ്കി പോക്സുമായിട്ട് ബന്ധപ്പെട്ട് സർ ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഒരു മങ്കി പോക്സ് കേസ് ഉണ്ടായി. വിദേശത്ത് നിന്ന് വരുന്ന ആളുകളിൽ നിന്ന് മറ്റൊരു രണ്ടാമതൊരാളിലേക്ക് രോഗം പകരുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കാൻ ഈ കാലഘട്ടത്തിൽ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് സർ. അത് പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ മികവായിട്ട് കാണണം സർ. സിക്ക കൊതുകുജന്യ രോഗമാണ്. കൊതുകുജന്യ രോഗം സിക്ക റിപ്പോർട്ട് ചെയ്തപ്പോൾ സർ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെ ഉൾപ്പെടെ വളരെ ഗുരുതരമായിട്ട് ഒരു പക്ഷേ ബാധിച്ചേക്കാവുന്നതാണ്. പക്ഷേ അതിനെ പിടിച്ചുകെട്ടുവാൻ, ഞാൻ ഈ കാലഘട്ടത്തിലെ കാര്യം മാത്രമാണ് പറയുന്നത് സർ, അതിനെ പിടിച്ചുകെട്ടുവാൻ കേരളത്തിന് സാധിച്ചു എന്നുള്ളതാണ് സർ. ചികിത്സാ മേഖലയിലും അതോടൊപ്പം തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിലും മറ്റ് പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളിലും മികച്ച പ്രവർത്തനം കേരളത്തിന്റെ ആരോഗ്യരംഗം കാഴ്ചവെച്ച് തന്നെയാണ് സർ മുന്നോട്ട് പോകുന്നത് സർ. ചികിത്സാ രംഗത്തുണ്ടായ മാറ്റം, ഇവര് ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ഉപകരണങ്ങളില്ല എന്ന് പറയുന്നു സർ. സർ ഉപകരണങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. കേരളത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ, എല്ലാ മെഡിക്കൽ കോളേജുകളിലും കാത്ത് ലാബുകൾ ഉണ്ടെങ്കിൽ സർ, ആ കാത്ത് ലാബുകൾ സ്ഥാപിച്ചിട്ടുള്ളതെല്ലാം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് സർ. ഈ 9 വർഷം മുൻപ് ജില്ലാ ആശുപത്രികളിൽ കാത്ത് ലാബ് ഉണ്ടായിരുന്നില്ല സർ. പക്ഷേ ഈ 9 വർഷത്തിന് ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ 13 ജില്ലകളിൽ ജില്ലാ ആശുപത്രികളിൽ കാത്ത് ലാബുകൾ ഉണ്ട്. എന്താണ് അതിന്റെ മാറ്റം? അതുകൂടി നമ്മൾ സംസാരിക്കണ്ടേ? ആ മാറ്റം സംസാരിക്കുമ്പോഴാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് എങ്ങനെ ഗുണപരമായി ഈ മാറ്റം അനുഭവവേദ്യമായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ സർ. സർ നേരത്തെ കാത്ത് ലാബുകൾ സ്ഥാപിക്കുന്നതിന് മുൻപ് ആശുപത്രികളിൽ എത്തി മരണപ്പെടുന്നവരുടെ എണ്ണം, കാർഡിയാക് അറസ്റ്റ് മൂലം മരണപ്പെടുന്നവരുടെ ശതമാനം 30% സർ. പക്ഷേ ഇപ്പോൾ അത് 6% കുറയ്ക്കുവാൻ കേരളത്തിൽ കഴിഞ്ഞു സർ. സർ പണ്ട് പല സ്വകാര്യ ആശുപത്രികളുടെയും പരസ്യ ബോർഡുകൾ ഉണ്ടായിരുന്നു. 6 ലക്ഷം രൂപ, 5.5 ലക്ഷം രൂപയ്ക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നു. ഇന്ന് ആ സ്ഥാനത്ത് സർ അവർ പറയുകയാണ് 1.5 ലക്ഷം രൂപ, 2 ലക്ഷം രൂപയ്ക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നു. എന്തുകൊണ്ടാണ് സർ? സാർ കേരളത്തിലെ കാത്ത് ലാബുകളിൽ സൗജന്യമായി കാസ്പിലൂടെ ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെ, പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെ ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഒരുക്കി എന്നുള്ളത് കൊണ്ടാണ് സർ അത് സാധ്യമായിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഇടപെടൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നയത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും സർ. മെഡിക്കൽ വിദ്യാഭ്യാസം, ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് സർ, ക്യാൻസർ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് RCC, MCC ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ കൂടാതെ മെഡിക്കൽ കോളേജുകൾ, അതുകൂടാതെ 28 ജില്ലാ ആശുപത്രികൾ, ഇവിടെ മികച്ച ചികിത്സാ സംവിധാനങ്ങൾ. മെഡിക്കൽ കോളേജുകളിൽ ഇനാക് മെഷീൻ ഉണ്ടായിരുന്നില്ല സർ UDF-ന്റെ കാലഘട്ടത്തിൽ, അത് LDF-ന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് സർ. എന്റെ മുന്നിൽ ഉള്ളത് ഒരു പത്രത്തിന്റെ കട്ടിംഗ് ആണ് സർ. സർ ഈ പത്രത്തിന്റെ കട്ടിങ്ങിൽ പറയുന്നത്, രൂക്ഷ വിമർശനവുമായി മനുഷ്യാവകാശ കമ്മീഷൻ, കൊച്ചി ക്യാൻസർ സെന്റർ ജലരേഖയായി, കമ്മീഷൻ ഉത്തരവ് ചീഫ് സെക്രട്ടറി തള്ളി, ക്യാൻസർ സെന്റർ അട്ടിമറിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി മനുഷ്യാവകാശ കമ്മീഷൻ. ജസ്റ്റിസ് JB കോശിയാണ് സർ ഇന്നത്തെ കമ്മീഷൻ. അപ്പോ ഒരു ജില്ലാ സഹകരണ ബാങ്ക് 450 കോടി രൂപ നൽകാം എന്ന് പറഞ്ഞിട്ടും അത് അംഗീകരിക്കാതെ കൊച്ചിയിൽ ക്യാൻസർ സെന്റർ വേണ്ട എന്ന നിലപാടെടുത്ത UDF സർക്കാരായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ സർ LDF സർക്കാർ വന്നപ്പോൾ കിഫ്ബിയിലൂടെ പണം അനുവദിച്ചുകൊണ്ട് സർ മധ്യ കേരളത്തിലെ ഏറ്റവും മികച്ച ക്യാൻസർ സെന്റർ കൊച്ചിയിൽ തയ്യാറായിരിക്കുകയാണ് സർ. അതിന്റെ എക്യുപ്മെന്റ്സ് ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇൻസ്റ്റലേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രവർത്തനം ആരംഭിക്കാനായിട്ട് കഴിയും സർ. അങ്ങനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളിൽ ഓരോന്നിലും കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വിസ്മയകരമായിട്ടുള്ള മാറ്റമുണ്ട് സർ. സർ ഇവിടെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഓരോരുത്തരായി സംസാരിച്ചല്ലോ, അവര് പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഞാൻ പിന്നീട് വരാം സർ. സർ റോബോട്ടിക് സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ ചികിത്സാ സംവിധാനത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. കാർട്ടിസെൽ തെറാപ്പി സർ, ബഹുമാനപ്പെട്ട ചെയർ, അങ്ങയുടെ മണ്ഡലത്തിലുള്ള മലബാർ ക്യാൻസർ സെന്റർ ഇന്ത്യയിൽ വളരെ കുറച്ച് ആശുപത്രികൾ മാത്രമേ ഉള്ളൂ, ഒരു സർക്കാർ ആശുപത്രിയിലുമില്ല സർ. അതായത് രോഗമില്ലാത്ത കോശങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് രോഗമുള്ള കോശങ്ങളെ, ക്യാൻസർ കോശങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ് സർ കാർട്ടിസെൽ തെറാപ്പി. 50 ലക്ഷം, 60 ലക്ഷം, 70 ലക്ഷം രൂപ പുറത്താകുന്ന ആ ചികിത്സ മലബാർ ക്യാൻസർ സെന്ററിൽ ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ RCC വികസിപ്പിക്കുകയാണ് സർ. മലബാർ ക്യാൻസർ സെന്ററിൽ അവിടെ വളരെ വിജയകരമായി ചെയ്യുന്നു സർ. ഇതാണ് കേരളത്തിലെ ആരോഗ്യരംഗത്തുണ്ടായിട്ടുള്ള മാറ്റം. ഇതിൽ ബേജാറായിട്ട് കാര്യമില്ല സർ, ഇതിൽ ബേജാറായിട്ട് ഒരു കാര്യവുമില്ല സർ. ഇങ്ങനെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സർ, UDF-ന്റെ കാലത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി. പക്ഷേ നിർഭാഗ്യവശാൽ ആ രോഗി മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇവിടെ ബഹുമാന്യനായിട്ടുള്ള റാന്നി അംഗം പറഞ്ഞു 40-45 ലക്ഷം അതിലും അപ്പുറം രൂപ ആവശ്യമായി വരുന്നു പുറത്ത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചോദിച്ചു എന്തുകൊണ്ട് സർക്കാർ സംവിധാനത്തിൽ ഇത് നമുക്ക് ചെയ്തുകൂടാ? അങ്ങനെ കേരളത്തിൽ സർ ആദ്യമായി 2022 ഫെബ്രുവരി മാസം 14-ാം തീയതി കോട്ടയം മെഡിക്കൽ കോളേജിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സൗജന്യമായി ആരംഭിച്ചു സർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടക്കുന്നു സർ. കോഴിക്കോട് ട്രാൻസ്പ്ലാന്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് ഇപ്പോൾ ഉടനെ തന്നെ ആരംഭിക്കാനായിട്ട് പോവുകയാണ് സർ. ഞാൻ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം സർ. സർ ഇവിടെ പറഞ്ഞത് അമീബിക് മസ്തിഷ്ക ജ്വരവുമായിട്ട് ബന്ധപ്പെട്ട് സർ
വിവിധ ജലസ്രോതസ്സുകളിൽ കാണപ്പെടുന്ന അപൂർവമായി മനുഷ്യരിൽ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ആഗോള ലിറ്ററേച്ചർ സർ, അപൂർവമായി മനുഷ്യരിൽ രോഗബാധ ഉണ്ടാക്കുന്നതായിട്ടുള്ള ഒരു സൂക്ഷ്മാണുവാണ് സർ അമീബ. അത് എല്ലാ ജലസ്രോതസ്സുകളിലുമുണ്ട് സർ. കായലുകളും പുഴകളും നീരുറവകളും കുളങ്ങളും പൈപ്പ് വെള്ളവും എല്ലായിടത്തും അമീബയുടെ സാന്നിധ്യമുണ്ട് സർ. സർ, പ്രത്യേകിച്ച് ഈ അമീബ പല വിഭാഗങ്ങളുണ്ട് സർ. 2 രീതിയിലാണ്. ഒന്ന് പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ് എന്നുള്ളതാണ്, PAM എന്നറിയപ്പെടുന്നത് സർ. അതിന്റെ കാരണഹേതു നെഗ്ലേറിയാണ് സർ. നെഗ്ലേറിയ ഫൗളറി എന്ന അമീബയാണ് സർ. ആഗോളതലത്തിൽ അതിന്റെ മരണനിരക്ക് 98% മുകളിലാണ് സർ. സർ, രണ്ടാമത്തെ വിഭാഗമാണ് അത് ഗ്രാനുലോമസ് അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ്. അതിന് പല അമീബകൾ കാരണമാണ് സർ. അക്കാൻഡ് അമീബ അതിന് കാരണമാണ്, ബാലമുത്തി അമീബ അതിന് കാരണമാണ്, സാപ്പിലിയ കാരണമാണ്. അങ്ങനെ വിവിധ അമീബകൾ അതിന് കാരണമാണ് സർ. സർ, ഇവിടെ പറഞ്ഞത് ശരിയാണ്. 2016 സർ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ കേസ് കണ്ടെത്തുന്നത് 2016 എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് സർ. അതിനുശേഷം ഓരോ വർഷങ്ങളിലായിട്ട് 1 കേസ് 2 കേസ് എന്നുള്ള നിലയിലൊക്കെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി സർ. 2023 കോഴിക്കോട് നിപ്പ ഔട്ട്ബ്രേക്കിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് ഒരു കാര്യത്തിൽ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു സർ. സർ, ഇന്ത്യയിൽ തന്നെ മസ്തിഷ്ക ജ്വരങ്ങൾ മൂലമുള്ള മരണങ്ങൾ ധാരാളമായി സംഭവിക്കുന്നുണ്ട് സർ. ആഗോളതലത്തിൽ 45 മുതൽ 50% മസ്തിഷ്ക ജ്വരങ്ങളുടെ കാരണം മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. ഇന്ത്യയിൽ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് 25 മുതൽ 30% മസ്തിഷ്ക ജ്വരങ്ങളുടെ മരണം കാരണം മാത്രമേ കണ്ടെത്തുന്നുള്ളൂ എന്നുള്ളതാണ്. ഇത് സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണ് സർ. എയിംസ് ഉൾപ്പെടെ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വസ്തുതകളാണ് സർ ഞാൻ പറയുന്നത്. അതായത് 70% മസ്തിഷ്ക ജ്വരങ്ങളും എന്തുകൊണ്ട് എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് കണ്ടെത്തുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് 2023 നിപ്പ ഔട്ട്ബ്രേക്ക് കോഴിക്കോട് ഉണ്ടായപ്പോൾ നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചു. അതായത് മസ്തിഷ്ക ജ്വരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ പല മാധ്യമങ്ങളിലും വന്ന വാർത്തകളൊക്കെ എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടാകുമല്ലോ. മസ്തിഷ്ക ജ്വരങ്ങൾ ധാരാളമായിട്ടുണ്ടാകുന്നു, മരണങ്ങൾ ഉണ്ടാകുന്നു. ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു സർ. പക്ഷേ അന്നു മുതൽ ഇത് റിപ്പോർട്ട് ചെയ്യണമെന്നും ഇതിന്റെ കാരണം എന്താണ് എന്നുള്ളത് കണ്ടെത്തണമെന്നുള്ള കർശനമായിട്ടുള്ള ഒരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചു സർ. അങ്ങനെ മിനിസ്റ്റർ സൗകര്യം തിരുവനന്തപുരത്ത് മാത്രമാണ് ഉള്ളത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അവർ കാസർഗോഡിലെ രോഗിക്ക് ലക്ഷണം വന്നു കഴിഞ്ഞാൽ അത് സ്ഥിരീകരിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോഴേക്ക് ആ രോഗി മരിക്കാൻ വരെ അൻവർ കൂടി പറഞ്ഞിരുന്നു. ഈൽഡ് ചെയ്യുന്നുണ്ടോ? അൻവർ കൂടി ഉണ്ട്. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു, തലസീമിയ രോഗികൾക്ക് മരുന്നില്ല. സാറേ, അത് ഞാൻ ആലുവ എൻ്റെ ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പോഴും ഈ മരുന്നുകൾ ഇപ്പോൾ ഈ രോഗികൾ കൊടുക്കാൻ കേരളത്തിൽ തന്നെ ഇല്ല എന്ന് പറഞ്ഞത്. അതിന്റെ വസ്തുത എന്താണ്? അത് കൊടുക്കാൻ സാധിക്കും? സാർ, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് പറയാം. ബഹുമാനായ കൊണ്ടോട്ടി അംഗം പറഞ്ഞൊരു വിഷയത്തിൽ സാർ ഇതാണ് തെറ്റായ വാർത്തകൾ എന്ന് ഞാൻ പറയുന്നത്. ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഈ സഭയെ ധരിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, അമീബ എല്ലാ മൈക്രോബയോളജി ലാബുകളിലും പരിശോധിക്കാനായിട്ട് കഴിയും. ഞാൻ ഈയിടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വന്നിരുന്നല്ലോ സാർ. അവിടെ ഒരു VRDL ലാബ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത്. നമ്മുടെ സംസ്ഥാനത്ത് 2 VRDL ലാബുകളാണ് ഉള്ളത്. ഒന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും 2 മഞ്ചേരി മെഡിക്കൽ കോളേജിലും. സർ, എല്ലാ മൈക്രോബയോളജി ലാബുകളിലും അമീബയാണ് എന്നുള്ളത് കണ്ടെത്താനായിട്ട് കഴിയും. തെറ്റായ വാർത്തകളിലൂടെ കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തെ അപകീർത്തിപ്പെടുത്തുന്നതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് സർ ഇത്. കാസർഗോഡ് തന്നെ പരിശോധിക്കാനായിട്ട് കഴിയും, മലപ്പുറത്ത് തന്നെ പരിശോധിക്കാനായിട്ട്, ഏത് ജില്ലയാകട്ടെ അവിടെ തന്നെ പരിശോധിക്കാനായിട്ട് കഴിയും. അപ്പൊ അമീബയാണ് എന്നുള്ളത് കണ്ടെത്തിയാൽ എന്ത് ചെയ്യാം? നമുക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമാണെങ്കിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ചികിത്സ നമുക്ക് നൽകാനായിട്ട് കഴിയും. പ്രോട്ടോകോൾ ഇല്ല എന്നുള്ളതല്ലേ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞു. അതിന്റെ മറുപടി ഞാൻ പറയാം സർ. അപ്പോ ഇത് ഏത് അമീബയാണ്, നെഗ്ലേറിയ ഫൗളറി ആണോ, അക്കാൻഡ് അമീബയാണോ, മറ്റേത് അമീബയാണ് എന്നുള്ളത് കണ്ടെത്തുന്നതിനുള്ള PCR ടെസ്റ്റ് നേരത്തെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല. രാജ്യത്ത് 2 ഉണ്ടായിരുന്നുള്ളൂ. അത് വാസ്തവത്തിൽ ചികിത്സയ്ക്ക് ആവശ്യമില്ല. അമീബയാണെന്ന് കണ്ടെത്തിയാൽ ട്രീറ്റ്മെന്റ് തുടങ്ങാം. അടുത്ത ഘട്ടമാണ് ഏത് അമീബയാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടത്. അപ്പൊ അത് കണ്ടെത്തണമെങ്കിൽ 2 ഉണ്ടായിരുന്നുള്ളൂ സർ, ചണ്ഡീഗഡിലും പോണ്ടിച്ചേരിയിലും. പക്ഷേ ഇപ്പോ കേരളത്തിൽ ഇത് PCR ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം നമ്മൾ സ്റ്റേറ്റ് ഹെൽത്ത് ലാബ് വികസിപ്പിച്ചു കഴിഞ്ഞു. ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജിയും ഇത് വികസിപ്പിച്ചു കഴിഞ്ഞു. കോഴിക്കോടും ഉടനെ തന്നെ PCR സംവിധാനം ആരംഭിക്കുന്നതാണ്. പക്ഷേ അതിന്റെ അർത്ഥം അമീബിക് മസ്തിഷ്ക ജ്വരം അന്ന് കണ്ടുപിടിക്കാൻ കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രമേ കഴിയുള്ളൂ എന്നുള്ള അല്ല, എല്ലാ ജില്ലകളിലും അത് കഴിയുന്നതാണ്. സർ, ഞാൻ പറഞ്ഞ പോയിന്റ് 70% മസ്തിഷ്ക മരണങ്ങളും ഇന്ത്യയിൽ എന്താണ് കാരണമെന്ന് കണ്ടുപിടിക്കുന്നില്ല. 2023 നിപ്പ ഔട്ട്ബ്രേക്കിന് ശേഷം നമ്മൾ ഇത് പരിശോധിക്കാനായിട്ട് തുടങ്ങി, റിപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. വൈറൽ പാനൽ ടെസ്റ്റ് നെഗറ്റീവ് ആകും, അല്ലെങ്കിൽ അമീബയ്ക്ക് പരിശോധിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണ് സർ നമ്മൾ കണ്ടെത്താനായിട്ട് തുടങ്ങിയത്. സർ, ഇതിൽ 2020 എയിംസ് ന്യൂഡൽഹിയിലെ മൈക്രോബയോളജി വിഭാഗം യൂറോപ്യൻ ജേണൽ ഓഫ് പ്രിസ്റ്റോളജിയിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ കാരണമറിയാത്ത മസ്തിഷ്ക ജ്വരങ്ങളിൽ 1% അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് കണ്ടെത്തുകയുണ്ടായി സർ.
സർ 2022 പ്രശസ്തമായ PGI ചണ്ഡീഗറിലെ മെഡിക്കൽ പാരസിറ്റോളജി വിഭാഗം പ്രസിദ്ധീകരിച്ച ഒരു ശാസ്ത്രലേഖനത്തിൽ മസ്തിഷ്ക ജ്വരം സംശയിച്ച 156 പേരുടെ തലച്ചോറിലെ സ്രവ പരിശോധനയിൽ 11 പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുകയുണ്ടായി സർ. സർ ഇനി ഇത് ഞാൻ പറഞ്ഞത് മറ്റിടങ്ങളിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ട്, പക്ഷേ അത് കണ്ടെത്തപ്പെടുന്നില്ല എന്നുള്ളതാണ്. സർ ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ രോഗകാരണമറിയാത്ത മസ്തിഷ്ക ജ്വരങ്ങളിൽ 7% അമീബിക് മസ്തിഷ്ക ജ്വരമാകുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. സർ 2023 കൊൽക്കത്തയിലെ സ്കൂൾ ഓഫ് ട്രോപ്പിക്കൽ മെഡിസിനിൽ അവിടെയും അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ചുള്ള പഠനം നടന്നു സർ. അതിലും രോഗകാരണമറിയാത്ത മസ്തിഷ്ക ജ്വരങ്ങൾ അതിന്റെ പരിശോധന നടത്തേണ്ടത് അനിവാര്യതയെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. സർ ഞാൻ ഈ സഭയുടെ മുൻപാകെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ അറിവുകളെ അതോടൊപ്പം തന്നെ നമ്മുടെ മുന്നിൽ മസ്തിഷ്ക ജ്വരം പരിശോധിച്ചു തുടങ്ങിയപ്പോൾ മുതൽ ഇത് അമീബയാണ് എന്ന് കണ്ടെത്തിയപ്പോൾ മുതൽ ഉള്ള അറിവുകളെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളായി പരിവർത്തനപ്പെടുത്തിയ ഭൂപ്രദേശമാണ് സർ കേരളം. സർ അതോടൊപ്പം തന്നെ ഇതിനോടനുബന്ധിച്ച് ഒട്ടനേകം പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ ഇതിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. സർ എന്റെ കയ്യിലുള്ളത് 3 രേഖകളാണ്. ഈ 3 രേഖകൾ ബഹുമാന്യരായിട്ടുള്ള പ്രതിപക്ഷാംഗങ്ങൾക്കുൾപ്പെടെ അറിവിലേക്കായിട്ട് ഞാൻ ഇവിടെ പറയുകയാണ് സർ. ഒന്ന് ഗൈഡ് ലൈൻ ആണ്, അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈൻ ആണ് സർ. അത് ആദ്യമായിട്ട് ഇന്ത്യയിൽ രൂപീകരിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2024 ഒരു മീറ്റിംഗ് എടുത്തിരുന്നു സർ. ആ മീറ്റിംഗിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് 2024 ഒരു ഗൈഡ് ലൈൻ നമ്മൾ രൂപീകരിച്ചത് സർ. സർ രണ്ടാമത്തേത് ടെക്നിക്കൽ ഗൈഡ് ലൈൻ ആണ് സർ. ടെക്നിക്കൽ ഗൈഡ് ലൈൻ ഓൺ പ്രസന്റേഷൻ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ് ഇൻ കേരള എന്നുള്ളതാണ് ഈ ടെക്നിക്കൽ ഗൈഡ് ലൈൻ ആണ് സർ രണ്ടാമത്തെ ഭാഗം. ഇതിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു വിഷയം, അതുപോലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സർ. എന്താണെന്നറിയോ, ഇതിന്റെ സോഴ്സ് അറിയില്ല, എന്താണെന്നറിയില്ല എന്നുള്ളത് പറയുകയുണ്ടായി സർ. സർ ശാസ്ത്രീയമായി ആഗോളതലത്തിൽ തന്നെ ഇതിന്റെ മുഴുവൻ അവൈലബിൾ ആയിട്ടുള്ള ലിറ്ററേച്ചറും പരിശോധിച്ച് നമ്മുടെ മുന്നിലുള്ള അറിവുകളെ കൂടി പരിശോധിച്ച് കണ്ടെത്തലുകളെ കൂടി പരിശോധിച്ചതിന് ശേഷം സർ എക്സ്പോഷർ ആൻഡ് കാറ്റഗറി എന്നുള്ള വിഭാഗത്തിൽ വാട്ടർ ആക്ടിവിറ്റി, സ്വിമ്മിംഗ്, ഡൈവിംഗ്, ബേതിംഗ്, വാട്ടർ സ്പോർട്സ്, നേസൽ ഇറിഗേഷൻ, സ്പ്ലാഷിംഗ്, വാട്ടർ ഫെസ്റ്റിവൽ, ലേക്ക്, പോണ്ട്, റിസർവയർ, സ്വിമ്മിംഗ് പൂൾ, ടാപ്പ് വാട്ടർ, കനാൽ, റിവർ, സ്ട്രീം, ജിയോതെർമൽ വാട്ടർ, വാട്ടർ ടാങ്ക്, അക്വാറ്റിക് സ്പോർട്സ് വെന്യൂ, ഇത് സർക്കാരിന്റെ രേഖയാണ് സർ. ടെക്നിക്കൽ ഗൈഡ് ലൈൻ ആണ് സർ. സംസ്ഥാന സർക്കാർ ആരോഗ്യ വകുപ്പ് 2024 ഇറക്കിയതാണ് സർ. ഇനി ഒരു കാര്യം കൂടിയുണ്ട് സർ. ഈ പ്രവർത്തനങ്ങളെ, അതായത് അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കാര്യങ്ങളെ ഏകാരോഗ്യ ആശയത്തിന്റെ അധിഷ്ഠിതമായി ഒരു ആക്ഷൻ പ്ലാനായി തയ്യാറാക്കിയ ലോകത്തിലെ ഏക ഭൂപ്രദേശത്തിന്റെ പേര് കൂടിയാണ് സർ കേരളം. സർ എങ്ങനെയാണ് ഏകാരോഗ്യത്തിന്റെ അടിസ്ഥാനമാക്കി ഈ പ്രവർത്തനങ്ങൾ, ഇപ്പോ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഉണ്ട്. അതോടൊപ്പം തന്നെ എങ്ങനെ ആദ്യം നേരത്തെ ഞാൻ വിശദീകരിച്ചല്ലോ, ലാബ് പരിശോധന ഉണ്ടോ, തെറ്റായ പ്രചരണങ്ങൾ ആണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. പരിശോധന, ട്രീറ്റ്മെന്റ്, മറ്റു കാര്യങ്ങൾ സംബന്ധിച്ച് കൃത്യമായ ഗൈഡ് ലൈനും പ്രോട്ടോകോളും ഉണ്ട്. അടുത്ത പണിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടുത്തിടെ മീറ്റിംഗ് എടുത്തിരുന്നു സർ. വിവിധ വകുപ്പുകളെ വിളിച്ചു ചേർത്തുകൊണ്ട് എന്തൊക്കെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്തണം എന്നുള്ളത് തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. ഈ പ്രമേയം അവതരിപ്പിച്ച ബഹുമാന്യനായിട്ടുള്ള പ്രമേയ അവതാരകൻ, അദ്ദേഹം ഇവിടെ ഇല്ലേ? ഉണ്ട്. അദ്ദേഹം പാലക്കാട് ജില്ലയിൽ നിന്നാണല്ലോ, മണ്ണാർക്കാടാണല്ലോ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം. സർ ഇത് സംസ്ഥാന സർക്കാർ ഹരിത കേരള മിഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു ഡോക്യുമെന്റാണ്. ഈ ഡോക്യുമെന്റിൽ 14 ജില്ലകളിലും തദ്ദേശ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി സ്വീകരിച്ച നടപടികൾ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് സർ. ഞാൻ അതിലെ ഒരു കാര്യം ഒന്ന് വായിച്ചോളട്ടെ സർ. ആകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം പാലക്കാട് 95 പ്രവർത്തനങ്ങൾ നടന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ എണ്ണം അതും 95 സർ. തദ്ദേശ സ്ഥാപനങ്ങളിൽ നടന്ന യോഗങ്ങളുടെ എണ്ണം 132, പാലക്കാട് മാത്രമാണ് സർ പറയുന്നത്. മറ്റു യോഗങ്ങളുടെ എണ്ണം 341, പരിശീലനങ്ങളുടെ എണ്ണം 194. മണ്ണാർക്കാടും അല്പം പോയാൽ മതിയല്ലോ സർ, അങ്ങയുടെ മണ്ഡലം തന്നെയാണ് അട്ടപ്പാടി. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ക്യാമ്പയിൻ സംബന്ധിച്ച് പ്രത്യേക പത്രക്കുറിപ്പ് ഇറക്കുകയും അട്ടപ്പാടിയിൽ 2025 ഓഗസ്റ്റ് 29 സംഘടിപ്പിച്ച ജില്ലാതല ഉദ്യോഗസ്ഥരുടെയും അട്ടപ്പാടി മേഖലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ യോഗത്തിൽ ക്യാമ്പയിൻ ഫലപ്രദമായി നടക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശം നൽകുകയും ചെയ്തു. അങ്ങ് മണ്ഡലത്തിലില്ലേ സാർ? ഇതൊക്കെ അറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് സാർ? സാർ ഈ കാര്യം അദ്ദേഹം ഇവിടെ ഈ സഭയിൽ പറയുകയാണ്, ഇതിൽ ഒരു കാര്യം നടക്കുന്നില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷാംഗങ്ങൾ ഓരോരുത്തരുടെയും നിയോജക മണ്ഡലങ്ങളിൽ, ഓരോരുത്തരുടെയും ജില്ലകളിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഡോക്യുമെന്റ് ആണ് സാർ ഇത്. ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രി ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹമാണ് പാലക്കാട് ജില്ലയിൽ ജലമാണ് ജീവന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത്. തദ്ദേശ വകുപ്പും ഹരിത കേരള മിഷനും ആരോഗ്യ വകുപ്പും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് സാർ ഈ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടത്തുന്നത്. സാർ ഞാൻ പറയട്ടെ സാർ, ഞാൻ പറഞ്ഞുകൊള്ളട്ടെ.
സർ ഇതിൽ ഞാൻ ഇപ്പോഴും പറയുന്നു സർ, ഇത്രയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇവരുന്നയിച്ച മുഴുവൻ കാര്യങ്ങളും ഞാൻ വ്യക്തമായ തെളിവുകളോടെ പറഞ്ഞു. ഒന്ന്, ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻ ഇല്ല, പരിശോധന ഗൈഡ് ലൈൻ ഇല്ല, മറ്റു സംവിധാനങ്ങളില്ല എന്നുള്ളത് പറഞ്ഞു. ഇത് മുഴുവൻ ഗൈഡ് ലൈനുകൾ വെച്ചുകൊണ്ടാണ് സർ ഞാൻ സംസാരിച്ചത്. രണ്ടാമത് ഉയർത്തിയ ആക്ഷേപം ഒരു പ്രവർത്തനവും നടക്കുന്നില്ല എന്നുള്ളതായിരുന്നു. അതിന്റെ ഡോക്യുമെന്റ് സഹിതമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് സർ. സർ, ഇതൊരു പൊതുജനാരോഗ്യ ആക്ടിവിറ്റി. ഇവിടെ പറഞ്ഞു പടർന്നു പിടിക്കുന്നു എന്നുള്ളത് പറഞ്ഞു. സർ പടർന്നു പിടിക്കുന്നു എന്ന് പറഞ്ഞു. സർ, ഇതൊരു പകർച്ചവ്യാധി അല്ല. സർ, എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷാംഗങ്ങൾ പ്രകോപിതനാവല്ല പ്ലീസ്. നിങ്ങളെല്ലാം പറഞ്ഞത് ഞാൻ കേട്ടില്ലേ? പക്ഷെ ഞാൻ പറയുന്നത് അവരെല്ലാം പറഞ്ഞത് ഞാൻ കേട്ടില്ലേ? അങ്ങ് പറയുന്നത് ഞാൻ കേൾക്കാം. അത്തരം വാക്കുകളൊന്നും പ്രയോഗിക്കരുത് പ്ലീസ്. അത്തരം വാക്കുകളൊന്നും പ്രയോഗിക്കരുത്. ഷംസു പ്ലീസ്. നിങ്ങളൊരു സീനിയർ അംഗമാണ്. അങ്ങനെയൊന്നും സംസാരിക്കരുത്. തന്നില്ലെങ്കിൽ അത് പറയാം. അത്തരം പ്രയോഗങ്ങൾ നടത്തരുത് പ്ലീസ്. അത്തരം പ്രയോഗങ്ങൾ നടത്തരുത്. യെസ്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, അങ്ങ് കണ്ടിന്യൂ ചെയ്തോ. കണ്ടിന്യൂ ചെയ്തോ. യെസ്, അങ്ങ് കണ്ടിന്യൂ ചെയ്തോ. അങ്ങനെ കണ്ടിന്യൂ ചെയ്തോ. യെസ്. ശ്രീ സജി ചെറിയാൻ പ്ലീസ് അവിടെ ഇരിക്കുക പ്ലീസ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അവിടെ ഇരിക്കുക. അങ്ങ് കണ്ടിന്യൂ ചെയ്തോ. അത് ചെയർ തന്നെ പറഞ്ഞു. അദ്ദേഹം നടത്തിയ പരാമർശം ശരിയായില്ല. എന്ന് ചെയർ തന്നെ പറഞ്ഞു. അവിടെ ഇരിക്കട്ടെ. യെസ്, മിനിസ്റ്റർ അവിടെ ഇരിക്കെ. ചെയർ തന്നെ പറഞ്ഞു അദ്ദേഹം നടത്തിയ പരാമർശം ശരിയായില്ല എന്ന്. ചെയർ തന്നെ പറഞ്ഞു. യെസ്, കണ്ടിന്യൂ. യു പ്ലീസ് കണ്ടിന്യൂ. എനിക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങളോട് പറയാനുള്ളത് സാർ, ഞാൻ പറയട്ടെ. പ്ലീസ് മറുപടി പറയാം. ഞാൻ ചോദിക്കുന്നു പ്ലീസ് ഒന്ന് മറുപടി പറയാൻ പ്ലീസ്. അദ്ദേഹം മറുപടി പറയട്ടെ. എന്തിനെങ്ങനെ മറുപടി പറയും? പ്രകോപിതനാവേണ്ട കാര്യം മിനിസ്റ്റർ പറയട്ടെ. പ്രതിപക്ഷ നേതാവ് ഫ്ലോർ ഓർഡർ ആക്കിയിട്ട് പറയാം. തിരിച്ചു വിളിക്കണം. അവര് ബഹുമാനപ്പെട്ട മന്ത്രി സാർ ഇവിടെ പ്രമേയം അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട അംഗം ശ്രീ ഷംസുദ്ദീനെതിരായി ഗുരുതരമായൊരു ആക്ഷേപം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു. അദ്ദേഹം മണ്ഡലത്തിലില്ല, അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ല. സാർ, വ്യക്തിപരമായി പേരെടുത്ത ഒരു അംഗത്തിനെതിരായി ആക്ഷേപം ഉന്നയിച്ചാൽ അയാൾക്ക് അതിന്റെ മറുപടി പറയാനുള്ള അവസരം കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അതൊരു മര്യാദയാണ്, സാമാന്യ മര്യാദയാണ്. ശ്രീ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അദ്ദേഹം നടത്തിയ പരാമർശം ശരിയായില്ല. എന്തെന്ന് പറഞ്ഞു? അദ്ദേഹം വിളിച്ചു പറഞ്ഞ പദങ്ങളൊന്നും ഒരു സഭ ഒന്നും പറഞ്ഞില്ല. എന്ത് തോന്നിവാസം വിളിച്ചു പറയാൻ പാടില്ല. അദ്ദേഹം ഒരു മുതിർന്ന അംഗമാണ്. അങ്ങനെ അദ്ദേഹത്തിന് പറയാം ചെയ്ത് ശരിയായില്ല എന്ന് പറയാം. അതിനകത്ത് ഉപയോഗിച്ച് ഒരുപക്ഷെ സഡൻ പ്രൊവോക്കേഷൻ ആയിരിക്കാം. പക്ഷേ പറഞ്ഞ രീതി ശരിയായില്ല. പ്ലീസ് അവസരം കൊടുത്തില്ലെങ്കിൽ നോ ഞാൻ കേട്ടല്ലോ. റെക്കോർഡ് ചെയർ കേൾക്കുന്നതിനപ്പുറത്ത് എന്ത് റെക്കോർഡാണ്? ചെയർ കേൾക്കുന്നതിനേക്കാൾ മുമ്പ് റെക്കോർഡാണ്. ഞാൻ കേട്ടല്ലോ. ചെയർ കേട്ടല്ലോ. ഒരു അംഗത്തെ പരസ്യമായി ഒരു മന്ത്രി അപമാനിച്ചിട്ട് അദ്ദേഹത്തിന് മറുപടി പറയാൻ അവസരം കൊടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ സഭാ നടപടികൾ ഞങ്ങൾ ബഹിഷ്കരിക്കും. ശരിയല്ലല്ലോ. യെസ് മിനിസ്റ്റർ. ഓർഡർ പ്ലീസ്. യെസ് സർ, ബഹുമാന്യരായിട്ടുള്ള പ്രതിപക്ഷ അംഗങ്ങൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഷംസുദ്ദീൻ ഉപയോഗിച്ച പദം പാർലമെന്ററി ജനാധിപത്യത്തിൽ യോജിക്കാത്ത പദമാണ്. ആ പറഞ്ഞ പദം ഈ രേഖയിൽ നിന്ന് പിൻവലിക്കണം. അയാൾ മാപ്പ് പറയണമെന്ന് ഞാൻ ആവശ്യപ്പെടാണ്. വളരെ മര്യാദഘട്ട പദമാണ് ആ മെമ്പർ ഉന്നയിച്ചത്. ഒരു വനിതാ മന്ത്രിയെ പറ്റിയാണ് ഉന്നയിച്ചത്. അത് ഞാനോട് പറയണോ? അങ്ങ് പറഞ്ഞല്ലോ. ആ പോയിന്റിൽ നടത്തിയിട്ടുണ്ട്. ക്ലാരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. നിങ്ങളുമായി അങ്ങനത്തെ പദപ്രയോഗം വരണ്ട. യെസ്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, ഇത് കേട്ടിരിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. അതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യ സാർ. ഇനിയിപ്പോ അവർ പറഞ്ഞ ഓരോ കാര്യങ്ങളായിട്ട് ഇവിടെ നമുക്ക് പറയേണ്ടതായിട്ട് വരുമല്ലോ. അപ്പോ ഇവിടെ ഞാൻ പറയുന്നത് സാർ, ഇവര് പുറത്തേക്ക് പോയി. പക്ഷെ എന്നാലും ക്രിയാത്മകമായിട്ടുള്ള ഒരു നിർദ്ദേശം അമീബിക് മസ്തിഷ്ക ജ്വരവും നിങ്ങളുടെ ഗൈഡ് ലൈനിൽ ഇങ്ങനെയുണ്ട്. അവരുടെ വിദഗ്ധരുടെ അഭിപ്രായം ചോദിക്കട്ടെ. അപ്പൊ അതിനുശേഷം ഇങ്ങനെ നിങ്ങൾ ഇത് മാറ്റാനായിട്ട് കഴിയുമോ? ചർച്ച ചെയ്യാലോ സാർ. അങ്ങനെ ഒരു ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശവും അല്ലെങ്കിൽ ഞങ്ങളിതാ ഇവിടെ ഈ
കിണറുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്രീയമായ ക്ലോറിനേഷന് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ കുളങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ നിലയിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ അവർക്ക് കഴിഞ്ഞില്ലല്ലോ സാർ. സാർ, ഇന്ന് ഞാൻ കാണുന്നത് ഡിവൈഎഫ്ഐ അമീബിക് മസ്തിഷ്ക ജ്വരവുമായിട്ട് ബന്ധപ്പെട്ട് കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് സാർ. അത് നമുക്ക് ഒന്നിച്ചു നിൽക്കാം സാർ, അതിന് രാഷ്ട്രീയ വ്യത്യാസം ഇല്ലല്ലോ. അപ്പോൾ ആ നിലയിൽ അവർ കണ്ടത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് സാർ. സാർ, ഇവിടെ അമീബിക് മസ്തിഷ്ക ജ്വരവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബഹുമാനപ്പെട്ട ഈ സഭയോടും സാർ ഇത് സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്നത് ഇത് കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. കണ്ടുപിടിക്കുന്നത് കൊണ്ട് എന്താണ് സർ? അല്ലെങ്കിൽ ഇത് മസ്തിഷ്ക മരണങ്ങൾ അല്ലെങ്കിൽ മസ്തിഷ്ക ജ്വരം എന്നുള്ള നിലയിൽ അടയാളപ്പെടുത്തപ്പെട്ടു പോകുമായിരുന്നു സർ. കണ്ടുപിടിക്കപ്പെടുന്നത് കൊണ്ടുള്ള ഗുണം സാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെഗ്ലേറിയ ആണെങ്കിൽ സാർ 98% മരണനിരക്കുള്ള ഒരു രോഗത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നു സാർ. അതുപോലെ സാർ അക്കാൻഡമീബ മൂലമുള്ള മസ്തിഷ്ക ജ്വരങ്ങളാണ് എങ്കിൽ സാർ അത് അവിടെ നിന്ന് ഒരു 60% മുകളിൽ മോർട്ടാലിറ്റിയുള്ള രോഗത്തെ അതിൽ നിന്ന് ആളുകളെ ഇപ്പോൾ ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ പറഞ്ഞു 24% ഈ മരണനിരക്ക് കുറച്ചു കൊണ്ടുവരുവാൻ കേരളത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് സാർ. അതുകൊണ്ട് എയർലി ഡിറ്റക്ഷൻ ആദ്യം കണ്ടുപിടിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് സാർ. അതിൽ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഉൾപ്പെടെയുള്ളവ അത് തയ്യാറാക്കിയാണ് കേരളം മുന്നോട്ട് പോകുന്നത്. നമുക്ക് അതിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സാർ മലിനമായിട്ടുള്ള കെട്ടിക്കിടക്കുന്ന കുളങ്ങൾ, അതുപോലെ പാറക്കുളങ്ങൾ ഇവിടെ നീന്തരുത്, അതോടൊപ്പം മൂക്കിലേക്ക് വെള്ളം കയറ്റുകയോ അല്ലെങ്കിൽ ഒഴിക്കുകയോ ചെയ്യാൻ പാടില്ല. മൂക്കിലേക്ക് വെള്ളം കയറുന്ന എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കണം. സ്വിമ്മിംഗ് പൂളുകൾ, അതോടൊപ്പം മറ്റ് വാട്ടർ തീം പാർക്കുകൾ, ഇവിടങ്ങളിലെ പൂളുകൾ അവ ശാസ്ത്രീയമായി ക്ലോറിനേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പാക്കണം. അവിടെ രജിസ്റ്ററുകൾ കീപ്പ് ചെയ്യണം. ഇതെല്ലാം സാർ ഇതിന്റെ ഭാഗമായിട്ട് ഉള്ള കാര്യങ്ങളാണ് എന്നുള്ളത് കൂടി പറയട്ടെ. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മീറ്റിംഗ് വിളിച്ചു ചേർത്തുകൊണ്ട് തദ്ദേശ വകുപ്പും ഹരിത കേരള മിഷനും മറ്റ് ആരോഗ്യ വകുപ്പും അതോടൊപ്പം കേരളത്തിന്റെ പൊതുസമൂഹവും എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് സാർ ഈ അറിയാതെ പോകുമായിരുന്ന, ചികിത്സിക്കപ്പെടാതെ മരണത്തിലേക്ക് പോകുമായിരുന്ന ആളുകളെ കണ്ടുപിടിച്ച് നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി സ്വീകരിച്ച് തന്നെ സാർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകമായിട്ട് പറയാനായിട്ടുള്ളത്. സാർ, ഇവിടെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഉറവിടം കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. സാർ, ഇവിടെ ഗൈഡ് ലൈൻ ഉൾപ്പെടെ ഞാനിവിടെ വെച്ചതുകൊണ്ട് സാർ അതിലേക്ക് വിശദമായിട്ട് ഈ അവസരത്തിൽ പോകുന്നില്ല. ഈ ബഹുമാനപ്പെട്ട അംഗങ്ങൾ, ബഹുമാന്യനായിട്ടുള്ള മണ്ണാർക്കാട് അംഗം ഇവിടെ പറഞ്ഞ കാര്യത്തിൽ സാർ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടെ ഈ തൊട്ടടുത്ത് സാർ ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. 25-ാം തീയതി ഞാൻ അട്ടപ്പാടിയിലേക്ക് പോവുക. ബഹുമാനപ്പെട്ട അംഗത്തിന്റെ കൂടി ഒരു സൗകര്യം കണ്ടുകൊണ്ടാണ് 23 എന്നുള്ളത് അത് 22 എന്നുള്ളത് 25-ലേക്ക് മാറ്റിയത്. എന്താണെന്ന് അറിയുമോ സാർ? അവിടെ 20 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു സാർ. അട്ടപ്പാടിയിൽ അവിടെ അത്രയും വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് അതിന്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. നിയോ നേറ്റൽ ICU ഉൾപ്പെടെ ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള പ്രസവ വാർഡ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സാർ അവിടെ യാഥാർത്ഥ്യമാക്കിയിട്ടാണ്. അട്ടപ്പാടിയിൽ ഒരു കാര്യം കൂടി പറയട്ടെ സാർ, ഗോത്രവർഗ വിഭാഗത്തിൽ UDF ഭരിക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് 28.9% ആയിരുന്നു സാർ. 28.9%. 2012 കാര്യമാണ് ഞാൻ പറയുന്നത് സാർ. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ 2025-26 അവിടെ 6.8 അതിനെ കുറയ്ക്കുവാൻ നമുക്ക് സാധിച്ചു സാർ. സാർ, അവിടെ ഒരു പെൺ കൂട്ടായ്മ ഉൾപ്പെടെ രൂപീകരിച്ചുകൊണ്ടാണ്, പെൺറിക കൂട്ട എന്ന കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ടാണ് സാർ അവിടെ മറ്റ് കമ്മ്യൂണിറ്റി ഇടപെടലുകൾ നമ്മൾ സാധ്യമാക്കിയിട്ടുള്ളത്. ഇനി താഴേക്ക് വന്നാൽ മണ്ണാർക്കാട്, അദ്ദേഹത്തിന്റെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ നല്ല ഒന്നാന്തരമായി കിഫ്ബിയിലൂടെ ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സാർ. 12 കോടി രൂപയുടെ കെട്ടിടമാണ് മണ്ണാർക്കാട് ആശുപത്രിയിൽ അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് സാർ. എന്നിട്ടാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം തീർത്തും അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സാർ. ഇവിടെ പ്രതിപക്ഷാംഗങ്ങളൊന്നും ഇല്ലല്ലോ, അവർ പൊതുവെ പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞു പോകാം സാർ. അവരുടെ കാലത്ത് എത്ര കാത്ത് ലാബ് തുടങ്ങി സാർ? അവര് ഇപ്പോൾ മറ്റു കാര്യങ്ങൾ പറയുന്നു. അവർ തുടങ്ങിയ കാത്ത് ലാബുകളുടെ എണ്ണം 0. മെഡിക്കൽ കോളേജുകളിൽ കാത്ത് ലാബ് തുടങ്ങിയത് ഇടതുപക്ഷമാണ്. ജില്ലാ ആശുപത്രികളിൽ തുടങ്ങിയത് ഈ 9 വർഷ കാലയളവിലാണ് സാർ. സാർ, UDFന്റെ കാലഘട്ടത്തിൽ കേരളത്തിൽ ജില്ലാ ആശുപത്രികളിൽ, താലൂക്ക് ആശുപത്രികളിൽ ഉണ്ടായിരുന്നില്ല. ജില്ലാ ആശുപത്രികളിൽ 12 ആശുപത്രികളിലാണ് ഡയാലിസിസ് ഉണ്ടായിരുന്നത്. ഇന്ന് 112ഓളം കേന്ദ്രങ്ങളിൽ ഡയാലിസിസ് തുടങ്ങാൻ നമുക്ക് സാധിച്ചു സാർ. ഇവരുടെ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു കരൾമാറ്റയ്ക്ക് ശസ്ത്രക്രിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് 3 മെഡിക്കൽ കോളേജുകളിൽ കോഴിക്കോടും ഇപ്പോൾ ആരംഭിക്കാനായിട്ട് പോകുകയാണ് സാർ. ഇവരുടെ കാലത്ത് എത്ര മെഡിക്കൽ കോളേജ് തുടങ്ങി സാർ? എത്ര മെഡിക്കൽ കോളേജാണ് തുടങ്ങിയത്? കഴിഞ്ഞ സർക്കാരിന്റെയും ഈ സർക്കാരിന്റെയും കാലഘട്ടം മാത്രം എടുത്താൽ, അതിന് മുൻപുള്ള ഇടതുപക്ഷ സർക്കാരുകളുടെ കാലം എടുക്കാതെ ഈ 2 സർക്കാരുകളുടെ കാലഘട്ടം മാത്രം എടുത്താൽ സാർ, കേരളത്തിൽ 6 മെഡിക്കൽ കോളേജുകൾ ഈ 9 വർഷത്തിനിടയിലാണ് സാർ തുടങ്ങിയത്. ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ 4 മെഡിക്കൽ കോളേജുകൾ തുടങ്ങാനായിട്ട് നമുക്ക് സാധിച്ചു. പത്തനംതിട്ടയിലും ഇടുക്കിയിലും കാസർഗോഡും വയനാടും മെഡിക്കൽ കോളേജുകൾ തുടങ്ങാനായിട്ട് നമുക്ക് സാധിച്ചു സാർ. സാർ, അവരുടെ കാലത്ത് UDFന്റെ കാലഘട്ടത്തിൽ എത്രയായിരുന്നു സാർ ഒരു കുടുംബത്തിനുണ്ടായിരുന്ന പരമാവധി ഇൻഷുറൻസ്? 30,000 രൂപയായിരുന്നു. 30,000 രൂപ. അത് എത്ര പേർക്ക് ലഭിക്കുമായിരുന്നു? പരമാവധി
40,000 പേർക്കാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇവർ പറഞ്ഞ കപ്പിത്താൻ ഇല്ലെന്ന് പറഞ്ഞ കേരളത്തിൽ നവകേരള തീരത്തേക്ക് ആ കപ്പലിനെ അടുപ്പിക്കുമെന്ന് അന്ന് കഴിഞ്ഞ നിയമസഭയിൽ ഞാൻ പറഞ്ഞിരുന്നു സാർ. കേരളത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ആ 30,000 എന്നുള്ളത് 5 ലക്ഷം രൂപയായിട്ട് മാറ്റി സാർ. ഒരു കുടുംബത്തിന് ഒരു വർഷം. ആ 40,000 പേർക്ക് എന്നുള്ളത് 6.5 ലക്ഷം പേരായിട്ട് അത് മാറ്റി സാർ. 6.5 ലക്ഷം പേർക്ക് സൗജന്യ ചികിത്സ നൽകുന്നുണ്ട് സാർ. അവരുടെ അതാണ് ഞാൻ പറഞ്ഞത്, കണക്ക് കൂട്ടിയാൽ നമുക്ക് മനസ്സിലാകും. അവരുടെ കാലത്ത് 114 കോടിയായിരുന്നെങ്കിൽ ഇപ്പോ ഒരു വർഷം 1498 കോടി രൂപ. അവർ പറയുന്നല്ലോ സാർ 2000 രൂപ കുടിശ്ശികയുണ്ട് എന്ന്. 2000 കോടി രൂപ എങ്ങനെ? അപ്പൊ അവർ തന്നെ സമ്മതിക്കുകയാണ് അത്രയും രൂപയുടെ ചികിത്സ ആശുപത്രികളിലൂടെ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത്. സാർ, UDFന്റെ കാലത്ത് എത്ര ആശുപത്രികളിൽ NQS അക്രഡിറ്റേഷൻ ഉണ്ടായിരുന്നു സാർ? നാഷണൽ ക്വാളിറ്റി അക്രഡിറ്റേഷൻ 0. നമ്മുടെ കാലത്ത് 262 ആശുപത്രികളിൽ ഇപ്പോൾ നാഷണൽ ക്വാളിറ്റി അക്രഡിറ്റേഷൻ അത് സാധ്യമായിട്ടുണ്ട് സാർ. സാർ, ഇവിടെ അടുത്തത് സംസാരിച്ച ബഹുമാനപ്പെട്ട കടുത്തുരുത്തി അംഗം അദ്ദേഹം ഇവിടെ ഒരു കാര്യം പറയുകയുണ്ടായി സാർ. എങ്ങനെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും അവരോട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല സാർ. സാർ, അദ്ദേഹം ഒരു കാര്യം, അദ്ദേഹത്തിന്റെ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ വളവൂരിൽ, അദ്ദേഹം വളവൂരിലെ കാര്യം പറഞ്ഞല്ലോ, സ്ഥിതി ചെയ്യുന്ന IIT, അവിടുത്തെ ITIയിൽ അവിടെ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ഒരു 17 വയസ്സുകാരൻ പഠിക്കുന്നുണ്ട് സാർ. അവിടെ 17 വയസ്സുകാരൻ പഠിക്കുന്നുണ്ട് സാർ. സാർ, 2021 ആരംഭിച്ച ആശാധാര പദ്ധതിയിൽ ഹീമോഫീലിയ രോഗികൾക്ക്, അതിനു മുൻപ് ആ മകന്റെ ജീവിതാവസ്ഥ എന്തായിരുന്നു എന്ന് വെച്ചാൽ ബ്ലീഡിംഗ് ഉണ്ടാകും, ഹീമോഫീലിയാണ് രോഗം, അവന് സ്കൂളിൽ പോകാൻ പറ്റില്ല, വിദ്യാലയങ്ങളിൽ പോകാൻ പറ്റില്ല സാർ. സാർ, ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പ്രതിരോധമായി മരുന്ന് കൊടുക്കാനായിട്ട് ആരംഭിച്ചു. അതിനു മുൻപ് സ്കൂളിൽ പോലും പോകാൻ കഴിയാതെ പഠനം മുടങ്ങിയ സാഹചര്യത്തിൽ നിന്ന് ഇന്ന് ഏറ്റവും നൂതനമായ ചികിത്സയായ എമിസുവാബ് എടുത്ത് മത്സര പരീക്ഷകൾ ജയിച്ചിട്ടാണ് അവൻ അവിടെ പഠിക്കുന്നത് സാർ. സാർ, അപ്പോൾ ആ നിലയിൽ നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം ഈ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട് സാർ. അതുപോലെ ബഹുമാന്യരായിട്ടുള്ള അംഗങ്ങൾ ഓരോരുത്തരായി ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ സാർ. വിഷ്ണുനാഥ് ബഹുമാനപ്പെട്ട കുണ്ടറ അംഗമാണല്ലോ സാർ. അദ്ദേഹം ഇവിടെ പറയുകയാണ് കേരളത്തിലെ ആരോഗ്യ രംഗത്തെ സംബന്ധിച്ചിടത്തോളം. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുൻപ് അദ്ദേഹത്തിന്റെ കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ പോയിരുന്നു ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യാനാ. അവിടെ ഡയാലിസിസ് യൂണിറ്റ് ഉണ്ടായിരുന്നില്ല, അവിടെ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു സാർ. പെരിന്തൽമണ്ണ അംഗം എത്ര മോശമായിട്ടാണ് കേരളത്തിൽ സർക്കാർ ആരോഗ്യ സംവിധാനങ്ങളെ അദ്ദേഹം ആക്ഷേപിച്ചത് സാർ. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് സാർ അവിടെ ഡയാലിസിസ് സൗകര്യം ആരംഭിച്ചത്, ഡയാലിസിസ് യൂണിറ്റ് ആരംഭിച്ചത് സാർ. ഇവിടെ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലെ ഉപകരണങ്ങൾ അത് ഉപയോഗിക്കുന്നില്ല എന്ന് പറയുകയുണ്ടായി സാർ. ജില്ലാ പഞ്ചായത്തിന്റെ പരിധിയിലാണ് അത്. ഇപ്പോ അവിടെ ഫയർ NOC കിട്ടാത്തത് കൊണ്ടാണ്. അത് ഫയർ NOCക്ക് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്ത് ചെയ്യുന്നതേ ഉള്ളൂ. അത് പൂർത്തീകരിച്ചാൽ അവർ തന്നെ NOCക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുകയും അത് NOC ലഭിച്ചാൽ ഉടൻ തന്നെ അവിടെ നമുക്കത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും സാർ. ഇവിടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ബഹുമാനപ്പെട്ട അംഗങ്ങൾ പറയുകയുണ്ടായി സാർ. സാർ, അത് വളരെ അക്കാഡമിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് 2013 നമ്മുടെ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സ് ആയിരുന്ന ഡോക്ടർ അണ്ണാ ചെറിയാനും 2013 സാർ ഡോക്ടർ ജ്യോതിയും അവരൊരു സ്റ്റഡി നടത്തി. ആ സ്റ്റഡിയിൽ ഉണ്ടായ കൗതുകം ഞാൻ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് സാർ. നമ്മളിപ്പോൾ കുളങ്ങളെ കുറിച്ച് പറയുന്നു, അതുപോലെ ഈ കുളങ്ങളിൽ അമീബയുടെ സാന്നിധ്യത്തെക്കുറിച്ച് പറയുന്നു സാർ. സാർ, 2013 അവർ സ്റ്റഡി നടത്താനുള്ള കാരണം അവരുടെ മുന്നിൽ എത്തിയ കേസുകൾ കോർണിയയിലെ അൾസറുമായിട്ട് ബന്ധപ്പെട്ട് അത് അമീബ മൂലമാണ് എന്നുള്ളത് കണ്ടെത്തി. അത് കിണറുകളിലെ അമീബ മൂലമാണ് എന്നുള്ള അവരുടെ അസംഷനാണ് സാർ. ആ അസംഷന്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു പേപ്പർ തയ്യാറാക്കി, അവരൊരു പഠനം നടത്തി. ആ പഠനം അന്ന് ഞാൻ ഇത് കണ്ടിട്ട്, അതായത് ഇപ്പോൾ നമ്മുടെ ടെക്നിക്കൽ ഗൈഡ് ലൈൻ തന്നെ നേരത്തെ ഇപ്പൊ CDC അറ്റ്ലാന്റയുടെ കാര്യമാണെന്ന് തോന്നി, ഇവിടെ ബഹുമാനപ്പെട്ട ഒരു അംഗം പറഞ്ഞിരുന്നു. CDC അറ്റ്ലാന്റയുടെ ഗൈഡ് ലൈനിൽ പോലും സാർ കുളങ്ങൾ മറ്റ് സ്റ്റാഗ്നന്റ് വാട്ടർ മാത്രമേ ഉള്ളൂ, അതിൽ കിണറുകളോ അങ്ങനെയുള്ള ജലസ്രോതസ്സുകൾ പറയുന്നില്ല. പക്ഷെ ആദ്യമായി അങ്ങനെയുള്ള കിണറുകളെ ഉൾപ്പെടെ ഗൈഡ് ലൈനിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാനമാണ് സാർ കേരളം. അപ്പൊ നമ്മളിപ്പോൾ ഇത് കണ്ടുപിടിച്ചത് അന്ന് 2 ഡോക്ടേഴ്സ് അവരുടെ ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് കിണറുകൾ എന്നുള്ളത് കണ്ടെത്തിയതിൽ സന്തോഷം കൊണ്ട് ഞാൻ അവരെ വിളിച്ചു സാർ. ഡോക്ടർ അണ്ണാ ചെറിയാനെ വിളിച്ചു. അപ്പൊ ആ ഡോക്ടർ എന്നോട് വളരെ സന്തോഷത്തോടെ നേരിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞാണ് സാർ, അന്ന് ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു ഇത് 2013 ഇതൊന്ന് ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ട്. ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അന്നത്തെ മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല സാർ. അന്ന് ഞാൻ പറഞ്ഞത് സീനിയർ ഉദ്യോഗസ്ഥന്റെ അടുത്ത് അവിടെ കൊണ്ടുവന്ന് അവിടെ പക്ഷേ അത് സ്വീകരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. അതിനെന്തിനാണ് സാർ ഇവർക്ക് ഇത്രയും വിഷമം ഉണ്ടാകുന്നത്? അത് ഗവൺമെന്റ് സ്വീകരിക്കാത്ത ഒരു സാഹചര്യത്തിൽ പിന്നീട് ഏതോ ശാസ്ത്ര ജേണലിൽ ഒരു ശാസ്ത്ര ജേണലും സർക്കാരിന്റെ പരിഗണനയിലേക്ക് വരുന്ന ഒരു കാര്യമല്ല സാർ. അതാണ് 2018 കാര്യം പറഞ്ഞത്. ഞാൻ വളരെ കൃത്യമായി ഇക്കാര്യം പറയുകയും പിറ്റേ ദിവസം ഞാൻ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ സാർ അതിന്റെ വീഡിയോ കൂടി ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. അതായത് 2013 ഇവിടെ ഒരു കോൺഫറൻസിൽ അവർ തന്നെ പറയുന്നുണ്ട്, ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട്, 2013 അവർ തന്നെ തയ്യാറാക്കിയ ഒരു വീഡിയോയിൽ അവർ പറയുന്നുണ്ട്
ഈ ഡോക്ടേഴ്സ് നമ്മുടെ RIOയിൽ ഒരു ഹസാർഡ് നോട്ടീസ് കൊടുക്കുകയും സർക്കാരിനെ ഇത് അറിയിക്കുകയും ചെയ്തു, എക്സ്പെക്ടിങ് സം ഫ്രൂട്ട്ഫുൾ ഇന്റർവെൻഷൻസ് എന്നുള്ള നിലയിലാണ് സാർ ആ വീഡിയോ ഉള്ളത്. അക്കാര്യമാണ് ഞാൻ പറഞ്ഞത്. സാർ ഇതിൽ ആ നിലയിൽ ഒരു വ്യത്യാസം കാണേണ്ടതില്ല. കേരളത്തിൽ ഈ നിലയിൽ പൊതുജനാരോഗ്യ സംവിധാനത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഈ രോഗം റിപ്പോർട്ട് ചെയ്യുകയാണ്, അത് കണ്ടെത്തുകയാണ് സാർ ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് അൺഐഡന്റിഫൈഡ് ആയിട്ട് പോകും. നമ്മൾ കണ്ടുപിടിക്കുന്നു, ഇല്ല എങ്കിൽ അത് അൺഐഡന്റിഫൈഡ് ആയിട്ട് പോവുകയും അൺഡിറ്റക്റ്റഡ് ആയിട്ട് പോവുകയും ആ വ്യക്തികൾ ഒരുപക്ഷെ മരണം വരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അവരെ രക്ഷിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടലാണ് സാർ കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ നടത്തുന്നത്. സാർ അതുപോലെ ഇവിടെ പറഞ്ഞ ഒരു കാര്യം സാർ, കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയ 8 മാസമായി 1 വർഷമായിട്ടോ മറ്റോ മുടങ്ങിയിരിക്കുന്നു എന്നാണ് ബഹുമാനായിട്ടുള്ള മണ്ണാർക്കാട് അംഗം പറഞ്ഞത്. സാർ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങിയിട്ടില്ല. ഇവിടെ ഈ ജനുവരി മുതൽ ഓഗസ്റ്റ് വരെയുള്ള കണക്കെടുത്താൽ ഇതുവരെ 920 ഇന്റർവെൻഷൻസ് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ നടന്നിട്ടുണ്ട് സാർ. ഓഗസ്റ്റ് മാസത്തിൽ മാത്രം 155, ജൂലൈ മാസത്തിൽ 130, ജൂൺ മാസത്തിൽ 125, മെയ്യിൽ 144 എന്നിങ്ങനെ അവിടെ ഇന്റർവെൻഷൻസും പ്രൊസീജിയേഴ്സും നടത്തുന്നതിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സാർ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ചില കണക്കുകൾ പറയുമ്പോൾ അദ്ദേഹത്തിന് എന്തോ വിഷമമുള്ളത് പോലെയാണ് സാർ തോന്നുന്നത്. എന്തിനാണ് അദ്ദേഹം വിഷമിക്കുന്നത്? ഞാൻ അക്കങ്ങൾ മറ്റേ നമ്പർ പറയുന്നില്ല സാർ, ഇത്ര രൂപ എന്നുള്ളത് പറയുന്നില്ല. ഞാൻ ശതമാനം ഒന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ UDFന്റെ കാലത്ത് ഏറ്റവും അവസാന വർഷം 2015-16 പ്ലാൻ അലൊക്കേഷന്റെ ശതമാനം നമുക്കൊന്ന് നോക്കാം സാർ. ആ പ്ലാൻ അലൊക്കേഷന്റെ ശതമാനം നോക്കുകയാണെങ്കിൽ 5% അവർ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുള്ളത്. LDFന്റെ കാലഘട്ടത്തിൽ സാർ അത് 7.18% ഉയർത്തുന്നതിന് നമുക്ക് സാധിച്ചു. അത് മാത്രമല്ല സാർ, ഇത് കൂടാതെ 10,000-ലധികം കോടി രൂപ കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി യാഥാർത്ഥ്യമാക്കുന്നതിന്, അത് സാക്ഷാത്കരിക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടും ഉണ്ട് സാർ. അതുകൊണ്ട് തീർച്ചയായിട്ടും കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള ഒരു ആശങ്ക, അതിന് അടിസ്ഥാനമില്ല. നമുക്കതിനൊരു കരുതൽ വളരെ ശക്തമായിട്ട് എടുത്തുകൊണ്ട് പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് സാർ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലെന്തൊക്കെ സാധ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുമോ അത് തീർച്ചയായിട്ടും ചെയ്യും. ഇന്ന് അവരിവിടെ ഇല്ല എങ്കിലും കേരളത്തിലെ പ്രതിപക്ഷത്തിന് ക്രിയാത്മകമായിട്ടുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും സ്വീകരിക്കുവാൻ കേരളത്തിൽ സർക്കാർ തയ്യാറാണ് എന്നുള്ളത് കൂടി സാർ ഈ അവസരത്തിൽ പറയട്ടെ. അതോടൊപ്പം നമ്മുടെ വിവിധ കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് UDFന്റെ കാലഘട്ടത്തിൽ സാർ ഇവിടെ പറയുകയുണ്ടായി, നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതും നമ്മളെ ദുഃഖിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യമാണ് സാർ, കേരളത്തിൽ സർക്കാർ ആശുപത്രികളിൽ ഒന്നും നടക്കുന്നില്ല എന്നുള്ള UDFന്റെ പ്രതിപക്ഷത്തിന്റെ പ്രചരണം. സാർ എന്റെ കയ്യിലിരിക്കുന്ന കുറെ പേപ്പറുകൾ 1-2 മിനിറ്റോ സാർ. അപ്പൊ അതിൽ സർക്കാർ ആശുപത്രി, ഇപ്പൊ UDFന്റെ കാലത്തെ ഒരു കാര്യമാണ് സാർ, ഞാനിത് പ്രത്യേകമായിട്ട് എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. സർക്കാർ ആശുപത്രികളിൽ ലാബ് സൗകര്യമില്ല, രോഗികൾ സ്വകാര്യ ലാബുകളിലേക്ക് പോകുന്നു. UDFന്റെ കാലത്തെയാണ് സാർ. 250 ലാബ് തുടങ്ങുമെന്ന പ്രഖ്യാപനം നടപ്പായിട്ടില്ല. UDFന്റെ കാലഘട്ടത്തിലെ ഒരു പത്ര കട്ടിംഗ് ആണ് സാർ. ഇനി തൊട്ടടുത്ത ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ 885 ആരോഗ്യ കേന്ദ്രങ്ങളിലും CHSകളിലും ഉൾപ്പെടെ സാർ ഏതാണ്ട് 1500-ലധികം സ്ഥാപനങ്ങളിൽ ലാബുകൾ അത് തുടങ്ങിക്കൊണ്ട്, ഉള്ളത് സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട്, ഇല്ലാത്തയിടത്ത് തുടങ്ങിക്കൊണ്ട് കേരളത്തിൽ അതിവിപുലമായിട്ടുള്ളൊരു ലാബ് ശൃംഖല നമ്മൾ തീർത്തിരിക്കുകയാണ് സാർ. അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇന്ത്യ പോസ്റ്റുമായിട്ട് എഗ്രിമെന്റ് വെച്ചുകൊണ്ട് നിർണയ എന്ന പേരിൽ അതിവിപുലമായിട്ടുള്ള ഹബ് ആൻഡ് സ്പോക്ക് മോഡലിൽ അത് കേരളത്തിന്റെ ഏത് ഗ്രാമപ്രദേശത്തെയും അതോടൊപ്പം വലിയ ലാബുകളെയും, അതായത് സർക്കാർ സംവിധാനത്തിലുള്ള ലാബുകളെയും ബന്ധിപ്പിക്കുന്ന നിലയിലേക്ക് നിർണയ എന്ന രോഗപരിശോധനയിൽ കൃത്യത പാലിക്കുന്നതിനും സാനിറ്റൈസേഷൻ അത് ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഇടപെടൽ കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തിൽ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുൾപ്പെടെയുള്ള മാറ്റങ്ങളാണ് സാർ. ഇങ്ങനെയാണ് നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായ മാറ്റം. അതുകൊണ്ട് ഈ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഏത് മേഖലയാകട്ടെ, ഇൻഷുറൻസ്, സൗജന്യ ആരോഗ്യ പരിരക്ഷയാകട്ടെ, ചികിത്സാ സംവിധാനങ്ങളാകട്ടെ, മെഡിക്കൽ കോളേജുകൾ, ഇപ്പോൾ പൊതുജനാരോഗ്യ നിയമം സാർ, പൊതുജനാരോഗ്യ നിയമം ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഈ നിയമസഭയാണ് സാർ അതുവരെ ഉണ്ടായിരുന്ന 2 നിയമങ്ങൾ റിപ്പീൽ ചെയ്തുകൊണ്ട്, തിരുവിതാംകൂർ കൊച്ചി നിയമവും മദിരാശി നിയമവും റിപ്പീൽ ചെയ്തുകൊണ്ട് പുതിയ കേരള പൊതുജനാരോഗ്യ നിയമം ഏകാരോഗ്യത്തെ അടിസ്ഥാനമാക്കി ചെയ്തത്. ബഹുമാനപ്പെട്ട അംഗം ഇവിടെ പറഞ്ഞ വിഷയം പ്രാദേശികമായി അവിടെ സോൾവ് ചെയ്യാൻ കഴിയും. മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ, പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെ, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ഉൾപ്പെടെ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡും വാട്ടർ അതോറിറ്റിയും മറ്റ് വെറ്റിനറി ഡിപ്പാർട്ട്മെന്റും എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രതിനിധികൾ ഉൾപ്പെടെ ഇരുന്നുകൊണ്ട് പഞ്ചായത്ത് തലത്തിൽ പരിഹാരം ഉണ്ടാക്കാം, അവിടെ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ജില്ലാ തലത്തിൽ പരിഹാരം ഉണ്ടാക്കാം, അവിടെയും പരിഹാരം ഉണ്ടായെങ്കിൽ സ്റ്റേറ്റ് തലത്തിൽ പരിഹാരം ഉണ്ടാക്കാനായിട്ട് കഴിയും സാർ. ആ നിലയിൽ കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തെ വളരെ സ്ട്രക്ചേർഡ് ആക്കിയിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണിത് സാർ. അന്നും എനിക്ക് തോന്നുന്നു ഇതുപോലെ ആ പൊതുജനാരോഗ്യ നിയമത്തിന്റെ നിർമ്മാണത്തിൽ നിന്ന് അതിൽ ഉൾപ്പെടാതെ ചർച്ചകളിൽ പങ്കെടുക്കാതെ മാറിപ്പോയവരാണ് ഇന്ന് വാസ്തവത്തിൽ ഈ ഒരു വിഷയം ഇന്ന് സഭയിൽ ഉന്നയിച്ചിരിക്കുന്നത് എന്നുകൂടി ഇവിടെ പറയട്ടെ സാർ. തീർച്ചയായും
തീർച്ചയായിട്ടും ഈ അമീബിക് മസ്തിഷ്ക ജ്വരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടെ ജാഗ്രതയോടെയുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ ആരോഗ്യവകുപ്പ് സംസ്ഥാന സർക്കാർ എടുക്കുന്നുണ്ട്. അതിലെ പ്രതിരോധമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അത് ആവർത്തിക്കുന്നില്ല സർ. അത് കൃത്യമായി നടത്തി മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് പറയാനായിട്ട് ഉള്ളത്. തീർച്ചയായിട്ടും ഇത് ചർച്ച ചെയ്യുന്നതിന് അവസരം നൽകിയതിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു സർ. ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ലോ മിനിസ്റ്റർ, 50 പ്രകാരമുള്ള അടിയന്തര പ്രമേയങ്ങളുടെ ചർച്ച വളരെ പ്രധാനപ്പെട്ട, വളരെ അടിയന്തര പ്രാധാന്യമുണ്ട് എന്ന് കണ്ടിട്ടാണല്ലോ അവതരിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ആവശ്യം വയ്ക്കുകയും ഈ സഭ ഗവൺമെന്റും ചർച്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്തു. പ്രതിപക്ഷം തന്നെ ഇവിടെ അവകാശപ്പെട്ടത് ഇത് ഞങ്ങളുടെ വിജയമാണ്, ഈ അടിയന്തര പ്രാധാന്യ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറായി എന്ന് പറഞ്ഞപ്പോൾ. എന്നാൽ മറ്റൊരു വിഷയം വല്ലാതെ ബുദ്ധിമുട്ടി കണ്ടെത്തി ആ ചർച്ചയ്ക്കിടയിൽ നിന്ന് അവരവതരിപ്പിച്ച പ്രമേയം വോട്ടിനിടുന്നതിന് പോലും തയ്യാറാകാതെ ഇറങ്ങിപ്പോകുന്നത് അടിയന്തര പ്രാധാന്യം എന്ന ആ പ്രശ്നത്തെ അവരുടെ പ്രവൃത്തി കൊണ്ട് റദ്ദ് ചെയ്തിരിക്കുകയാണ് സാർ. അത് തെറ്റായൊരു കീഴ്വഴക്കം സൃഷ്ടിക്കുന്നതാണ്. അത് അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. എങ്കിൽ പോലും ആരോഗ്യവകുപ്പിന്റെ ചരിത്രപരമായ നേട്ടങ്ങൾ അവതരിപ്പിക്കാനായി സമയം ലഭിച്ചതിൽ ഒരു വേദി ഒരുക്കിയതിൽ പ്രതിപക്ഷത്തോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യും. ഓർഡർ. സഭ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപം സഭ തള്ളിയിരിക്കുന്നു.